ശ്രീ രാഹുൽ ഈശ്വർ, ഇത് നോക്കൂ. ആ, തന്ത്രി 43ാമത്തെ ദിവസമാണ് പുറത്തു വരുന്നത്. മറ്റുള്ളവരെല്ലാവരും തന്നെ ഈ 6ൽ 4 പേരും അറസ്റ്റ് ചെയ്യപ്പെട്ട 6ൽ 4 പേരും സ്വാഭാവിക ജാമ്യം കിട്ടിയാണ് പുറത്തേക്ക് വന്നത്. ഇനിയിപ്പോൾ പത്മകുമാർ അടക്കം അടുത്ത കേസിലും 90 ദിവസം കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഒരൊറ്റ കാര്യം, അതായത് 2019 ശബരിമല പ്രക്ഷോഭം ഉണ്ടാകുന്നു. അതിനുശേഷം ഇത്രയും വർഷങ്ങൾ കാത്തിരുന്നു സർക്കാർ പകവീട്ടി എന്നൊക്കെ പറയുന്നത് SITയുടെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ കോടതിയിൽ പോയി പറയുന്നതിൽ ഒരു അസാധാരണത്വമില്ലേ? അത് രണ്ടോ മൂന്നോ കാര്യങ്ങൾ. ആദ്യം തന്നെ പാർട്ടി സെക്രട്ടറി, CPM-ന്റെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവന വളരെ സ്വാഗതാർഹമാണ്. അതിന്റെ കാരണം ഇപ്പോൾ വ്യക്തമായില്ലേ തന്ത്രിയെ കുടുക്കിയത് ആരാണ്. ഇന്നലെയൊക്കെ ഞാൻ അടക്കമുള്ള ആൾക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ താല്പര്യമാണ്. അപ്പോ പൊതുസമൂഹത്തിലെ ഒരുപാട് പേർക്ക് സംശയം തോന്നിക്കാണാം. എന്നാലും CPM പോലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖ പാർട്ടി, ഏറ്റവും ജനകീയ അടിത്തറയുള്ള പാർട്ടി, അതും ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ട് ബാങ്കിൽ അടിത്തറയുള്ള പാർട്ടി, ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാന ക്ഷേത്രമായ ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രിയെ കൊടുക്കുമോ തുടങ്ങിയ സംശയങ്ങൾ കാണും. ഇന്ന് വാവിട്ട വാക്കോ അല്ലെങ്കിൽ ഇന്ന് ലൂസ് ടോക്കോ എന്ത് വിളിച്ചാലും ഗോവിന്ദ മാഷ് പറഞ്ഞതോടുകൂടി ആരാണ് തന്ത്രിയെ കുടുക്കിയെന്നും തന്ത്രിയെ കുടുക്കിയുടെ പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്നും പകൽ പോലെ വ്യക്തമായില്ലേ. അത് സ്വാഗതാർഹമാണ് ഒരർത്ഥത്തിൽ. കാര്യം അത് ചെയ്യുമ്പോൾ ഇതിന്റെ പിന്നിൽ CPM-ന്റെ രാഷ്ട്രീയ താല്പര്യമാണ് എന്ന് പകൽ പോലെ വ്യക്തമാക്കുകയാണ് ഗോവിന്ദൻ മാഷ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ കോടതിക്ക് അറിയാത്ത എന്ത് രഹസ്യമാണ് അധികാരത്തിൽ പോലും ഇല്ലാത്ത, അതായത് ഗോവിന്ദൻ മാഷ് അധികാരത്തിൽ ഇരിക്കുന്ന ഒരാളോ ആഭ്യന്തരമന്ത്രിയോ ഒന്നുമല്ല, പാർട്ടി സെക്രട്ടറിക്ക് അറിയുന്നത്. അപ്പൊ CPM-ന്റെ രാഷ്ട്രീയ, അതായത് മുഖ്യമന്ത്രി അല്ല പറഞ്ഞത് ഈ തന്ത്രി കള്ളനാണെന്ന്, നിയമമന്ത്രി അല്ല പറഞ്ഞത്, പക്ഷേ തന്ത്രി കള്ളനാണെന്നും പെരിങ്കള്ളന്മാരുടെ ലിസ്റ്റിലാണെന്നും പാർട്ടി സെക്രട്ടറി പറയുന്നതോടുകൂടി ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ ഗെയിം എന്താണെന്ന് വളരെ അല്ല, വ്യക്തമാകുകയാണ്. നിയമമന്ത്രിയും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഉത്തരവിൽ അസാധാരണത്വമുണ്ട് എന്ന്. മന്ത്രി P രാജീവും പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ്. അത് രണ്ട്, അത് ഈ SITക്ക് എതിരെയുള്ള ഉത്തരവിനെ എന്തിനാ മന്ത്രിമാര് ഡിഫെൻഡ് ചെയ്യുന്നത്? അൺലെസ് മന്ത്രിമാരുടെ ഇൻട്രസ്റ്റ് കൂടി ഇല്ലെങ്കിൽ. അതായത് SIT എന്ന് പറയുന്ന ഹൈക്കോടതിയുടെ താഴെ പ്രവർത്തിക്കുന്ന ഒരു ടീമല്ലേ. അസാധാരണത്വം ഉണ്ടെങ്കിൽ SITക്ക് പോകാം, SITക്ക് ഹൈക്കോടതിയിൽ അടക്കം പോവാം, ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാം SIT ചെയ്യാതിരിക്കാം. പക്ഷേ നിയമമന്ത്രി ഇടപെട്ടത് ചെയ്യുന്നത് എന്തിനാ? അപ്പൊ നമുക്ക് എന്തിനാ ഈ കണ്ണടച്ചിരുട്ടാക്കുന്നത്? എന്തിനാ? തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന്റെ പിന്നിൽ CPM-ന് നേരെ ചോദ്യശരങ്ങൾ വരുമ്പോൾ ആ ചോദ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ്. അത് നമുക്ക് അല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാഷ് അത്രയും വാവിട്ട വാക്ക് പറഞ്ഞതോടുകൂടി സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് അത് വ്യക്തമാകുകയാണ്. എനിക്ക് ഉറപ്പുണ്ട് 99% നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഈ വാക്ക് കേട്ടപ്പോൾ, ഉള്ളിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞു കേട്ടപ്പോൾ കാവിലമ്മയെ ശക്തി തരൂ എന്ന് പ്രാർത്ഥിച്ചു കാണും. കാരണം ഇത്ര എവിഡന്റ് ആയി രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് വ്യക്തമാകുന്ന രീതി പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഗോപൻ സാറിനെ പോലെ ഉള്ള ആൾക്കാർ പോലും ഇവിടെ വന്നിരുന്ന് വാജിവാഹനത്തിന്റെ കഥയൊക്കെ പറയാണ്. എന്താ വാജിവാഹനത്തിന്റെ കഥ? ഇതുമായിട്ട് വാജിവാഹനത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? വാജിവാഹനം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ 5ാം ഇടക്കാല റിപ്പോർട്ടിൽ അറിയിച്ച് ഇത്തരം റിപ്പോർട്ടുകൾ ചെയ്തതിന് അഭിനന്ദനം ഏറ്റുവാങ്ങിയ അഡ്വക്കേറ്റ് കമ്മീഷൻ കുറുപ്പിന് ഏറ്റവും ഇന്റഗ്രിറ്റി ഉള്ള ഒരുപാട് അമ്പലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കുറുപ്പ് സാറിനെ അടക്കം സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി തന്ത്രി എങ്ങനെങ്കിലും കൊടുക്കാൻ നോക്കുക. ഇത് തന്നെ SIT ചെയ്തത്. മാധുരി, പെട്ടെന്ന് ഓർമ്മ വരാൻ 2-3 കാര്യങ്ങൾ പറയാം. തന്ത്രി ഭാഗികമായി സ്വർണ്ണക്കൊള്ളയിൽ പങ്ക് സമ്മതിച്ചു എന്ന് വരെ SIT വ്യാജ വാർത്ത കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. തന്ത്രി ഭാഗികമായി സ്വർണ്ണക്കൊള്ളയിൽ ഈ പങ്ക് സമ്മതിച്ചു. തന്ത്രിക്ക് 2.5 കോടി രൂപ ഒരു ബാങ്കിൽ, നമ്മുടെ നെടുമ്പറമ്പിൽ ഉണ്ടായിരുന്നു. അത് പൊട്ടിയതിനു ശേഷം തന്ത്രി പരാതി കൊടുത്തില്ല. അവസാനം നെടുമ്പറമ്പിലുകാർ പ്രസ് മീറ്റ് വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ തന്ത്രിയുടെ 1 രൂപ പോലും ഞങ്ങളുടെ ഇല്ല. എത്രമാത്രം നികൃഷ്ടമായ നീചമായ രാഷ്ട്രീയ കളികളാണ് യഥാർത്ഥത്തിൽ നടത്തിയത്. ഒരു വിശ്വാസിയും തിരിച്ചു ചെയ്യില്ല. അതുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ സാറിനെ കൂടി അല്ല, ശ്രീ രാഹുൽ ഈശ്വർ, ഇതൊരു അവിശ്വാസ പ്രഖ്യാപനമല്ലേ? ഇത് നോക്കൂ, സംസ്ഥാന സർക്കാരിന് SITയുടെ മുകളിൽ ഡയറക്റ്റ് ആയ ഒരു കമാൻഡ് ഉണ്ട് എന്ന് പറയുന്നത് കോടതിയോടുള്ള അവിശ്വാസ പ്രഖ്യാപനമല്ലേ? ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. ആ വ്യത്യാസം അറിഞ്ഞിരിക്കണം. അതായത് കോടതിയുടെ നിരീക്ഷണം ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ SIT എന്ന് പറയുന്നത് കേരള പോലീസിന്റെ ഒരു ടീമാണ്. കേരള പോലീസിന്റെ ആഭ്യന്തരമന്ത്രിയുടെ താഴെ നിൽക്കുന്ന, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെയും മുഖ്യമന്ത്രിക്കും, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ്. ഇനിയും തന്ത്രിയുടെ സ്പെഷ്യൽ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടില്ല. SIT ഹൈക്കോടതി പോണമെന്നാണ് ഞാൻ അടക്കം വിശ്വസിക്കുന്നത്. കാര്യം അങ്ങനെ ആകുമ്പോൾ ഹൈക്കോടതിയുടെ സമീപനം കൂടെ നമുക്കറിയാം. പക്ഷേ ഇത് നോക്കൂ ശ്രീ രാഹുൽ ഈശ്വർ, ഇത് നോക്കൂ. അല്ല, ഞാൻ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കോടതിയുടെ വിധിയിൽ പറയുന്നത് എന്താണ്? പൂജയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മാത്രമാണ് തന്ത്രിയുടെ അധികാരം വരുന്നത് എന്നുള്ളതാണ്. ശബരിമല വിഷയത്തിൽ ഈച്ച അനങ്ങിയാലും അറിയാൻ കഴിയുന്ന ദേവസ്വം ബെഞ്ചിന് അത് അറിയാതെ പോയോ? അത് ഒരു ജാമ്യം പരിഗണിക്കുന്ന കോടതിക്കാണോ കൂടുതൽ അറിയുക? അവിടെയാണ് ദയവായി ഇതറിയണം. ഈ ഈച്ച അനങ്ങുക, ഇല അനങ്ങുക പോലുള്ള പ്രയോഗങ്ങൾ മാസ് ഡയലോഗിന് വേണ്ടി കൊള്ളാം. ഇത് ശ്രീ കടകംപള്ളി സുരേന്ദ്രനെതിരെയും പറയാം, തന്ത്രിക്കെതിരെ പറയാം, ഹൈക്കോടതിക്കെതിരെയും പറയാം. ശബരിമലയിൽ ആരും മറ്റേ മാഹിഷ്മതിയിലെ കട്ടപ്പയൊന്നുമല്ല. അവിടെ അങ്ങനെ കോടതി അറിഞ്ഞത് കൊണ്ടാണല്ലോ ഈ കേസ് തന്നെ തുടങ്ങുന്നത്. വേറെ ആരും പോയി ബോധിപ്പിച്ചതൊന്നുമല്ലല്ലോ. കോടതി അറിയുന്നത് തന്നെ കോടതിക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടും ആ ബെഞ്ചിന് അതിന് ഉത്തരവാദിത്തപ്പെട്ടത് കൊണ്ടാണല്ലോ.
2019 ജൂലൈ 19 നടന്നിയ കൊള്ള 6 വർഷത്തിന് ശേഷമല്ലേ ഹൈക്കോടതി കണ്ടെത്തുന്നത്? എന്നാലും കോടതിയിൽ നിന്നാണല്ലോ അത് തുടങ്ങുന്നത്. കോടതിയിൽ നിന്നാണല്ലോ അത് തുടങ്ങുന്നത്. കണ്ടെത്തുന്നത്. പക്ഷെ കോടതിയിൽ നിന്നാണല്ലോ അത് തുടങ്ങുന്നത്. അതെ, കോടതിയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാം മാസ് ഡയലോഗിനപ്പുറത്ത് കോടതിക്ക് അതിൽ കൃത്യമായ മേൽനോട്ടമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് ജയകുമാർ സാറിന്റെ ബെഞ്ചിലേക്ക് വരുമ്പോൾ ഞങ്ങൾ എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒരു വരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിൽ 119 പേജുള്ള വിധിന്യായമുണ്ട്. അതിൽ 81-ാം പേജിൽ തന്ത്രിക്ക് അനുകൂലമായി അദ്ദേഹം ഓൾറെഡി പരാമർശങ്ങൾ കൊടുത്തിട്ടുണ്ട്. തീർന്നില്ല. അവസാന വരിയായി അദ്ദേഹം എഴുതിയിരിക്കുന്നത് അദ്വൈതം എന്ന സിനിമയിലെ പാട്ടാണ്. അതിൽ തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി, ഇതേപോലെ ദേവന്റെ തിരുവാഭരണം മോഷ്ടിച്ചതിന് തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന അദ്വൈതം സിനിമയിലെ പാട്ട്. ഓർക്കുക, ഹൈക്കോടതി സിനിമാ പാട്ട് പോലും എഴുതി വെക്കുന്നത് അത്രമാത്രം വൈകാരികമാണ്. അപ്പൊ തന്ത്രിയെ കുടുക്കിയതാണ് എന്നുള്ളത് കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ താല്പര്യമാണ്. തന്ത്രിയെ കുടുക്കിയത് ആരപ്പ? CPM ആണ് അയ്യപ്പ എന്ന് ഭക്തർ തിരിച്ചറിയുന്ന ഒരു അവസരം വരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ശരി, ശ്രീ Debate with Madhu Saji.